ആദ്യം ഉണ്ണി ഒന്നും അങ്ങനെ 10-15 വയസ്സ് വരെ ഒന്നും ചെയ്യലല്ല, ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം 20 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ടേ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. ഉണ്ണി ശരിക്കും ഉണ്ണിയുടെ കഴിവുകളെ അതിൻ്റെ മാക്സിമത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവന് വലിയ സന്തോഷമാണ് കുർബാനയൊക്കെ കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേന് വലിയ സന്തോഷമാണ്. ദൈവം തമ്പുരാനെ പോലും ശപിക്കുന്നു പറഞ്ഞ രൂപത്തിലുള്ള ഫീലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാണ്. പക്ഷെ പരിശുദ്ധ കുർബാന പോലെ തന്നെ ഒരു അത്ഭുതമാണ് എന്നോട് ഈ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉണ്ണിമോനും. കാരണം എന്നാണെന്നറിയോ, ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഷർട്ട് തേക്കാനും പാൻസ് തേക്കാനും ഒക്കെ അമ്മയുടെ അടുത്ത് എത്തുമ്പം, അപ്പനെ ആശ്രയിക്കുമ്പം ഇവൻ്റെ കഴിവിൻ്റെ മാക്സിമം ചെയ്യുകയാണ്. ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണിക്ക് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഉണ്ണിയുടെ കാര്യമെല്ലാം ചെയ്യും. പല്ല് തേക്കും, ഭക്ഷണം കഴിക്കും, തന്നെ വന്ന് കട്ടിലേ കയറി കിടക്കും, എല്ലാ കാര്യം ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഈ താലന്തുകളുടെ ഉപമയൊക്കെ ഓർക്കുന്നത്. 2 കിട്ടിയ 4 ആക്കി, 5 കിട്ടിയ 10 ആക്കി എന്നൊക്കെ പറയുമ്പം ഉണ്ണി ശരിക്കും ഉണ്ണിയുടെ കഴിവുകളെ അതിൻ്റെ മാക്സിമത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തലമുറയെ ശരിക്കും വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഇത് ത്രേസ്യാമ്മ അമ്മച്ചിയാണ്. അമ്മച്ചി ഉണ്ണിയുടെ അമ്മയാണ്. അതുപോലെ ജോബേട്ടൻ ഉണ്ണിയുടെ പപ്പ. ഇവർക്ക് 2 പെൺമക്കൾ കൂടിയുണ്ട്. അവർ 2 പേരും കെട്ടിച്ച് 2 വീടുകളിലാണ്. ആദ്യം ഉണ്ണി ഒന്നും അങ്ങനെ 10-15 വയസ്സ് വരെ ഒന്നും ചെയ്യലല്ല, ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം 20 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ടേ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി അവിടുന്നാണ് എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നത്. അതുവരെ അങ്ങനെ വിശ്വാസമൊന്നുമില്ലാതെ രൂപത്തിലാണ് ജീവിച്ചിരുന്നത്. അവിടെ പോയി പല അത്ഭുതങ്ങളും നേരിൽ കാണാൻ പറ്റി. ഉണ്ണിമോനാണെങ്കിൽ പെട്ടെന്ന് കോപം വരും, വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഞെട്ടൽ വന്ന് കരയുന്ന പോലെ ഇതായി കഴിഞ്ഞാൽ പിന്നെ കണ്ണൊക്കെ വീഴ്ച ശ്വാസമില്ലാതെ പോലെ കിടക്കും. അതിനൊരു തൈലം ഉണ്ടാക്കിച്ച് ആ തൈലമൊക്കെ തേച്ചിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇന്ന് വരെ ആ അസുഖം, ആ ചള്ളിൻ്റെ അസുഖം എന്ന് സാധാരണ പണ്ടുള്ളവർ പറയല്ലേ, ആ അസുഖം ഇന്ന് വരെ പിന്നെ ഉണ്ടായിട്ടില്ല. 15 വയസ്സ് കഴിഞ്ഞ് അന്നേരം ഞങ്ങളെല്ലാവരും കുടുംബം അടക്കം പോട്ടെ പോയത്. അവിടെ നിന്നാണ് ദൈവം ഇവന് അനുഗ്രഹം അവൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി തന്നത്. കണ്ണു വീഴ്ചയുള്ള ആ കരച്ചിലും ദേഹമെല്ലാം അങ്ങ് കോച്ചി പിടിച്ച പോലെ ആകും. പിന്നെ ആ തൈലമെല്ലാം തൂത്ത് കഴിയുമ്പോഴാണ് അവൻ്റെ ആ വിഷമങ്ങൾ മാറുന്നത്. അതിപ്പം ആ പോട്ടെ പോയിച്ച് വന്നാൽ പിന്നെ അവിടുന്ന് ആ അനുഗ്രഹം കിട്ടി. അവന് എല്ലാം പൂർണ്ണമായി ഈശോ അവിടുന്ന് മാറ്റി കൊടുത്തെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവിടുന്ന് അവന് മാറ്റി കൊടുത്ത രോഗമെല്ലാം. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. ചില ദിവസം 6 മണി, അതിൽ കൂടുതലാകുമ്പോൾ മുന്നോട്ട് പോവുകയില്ല. അന്ന് എണീറ്റ് അവൻ തന്നെത്താനെ പോയി മൂത്രം ഒഴിച്ച് കയറി വരും. പിന്നെ കക്കൂസി പോകുന്നിടത്ത് വെള്ളം കുടിച്ച് കാപ്പിവെള്ളം ഞാൻ കൊണ്ട് അനത്തി കൊണ്ട് കൊടുത്ത് കാപ്പി കുടിച്ച് കഴിഞ്ഞേ അവൻ കക്കൂസി പോവുകയുള്ളൂ. പോയി കഴിയുമ്പം അവൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ തന്നെത്താനെ ചെയ്തോളും. ഞാൻ അന്നേരത്തിന് പോകേണ്ട ബാത്റൂമിൽ അവന് വെള്ളവും ബ്രഷും എല്ലാം കൊണ്ട് കൊടുക്കും. അവൻ അവിടുന്ന് പല്ല് തേച്ച് ചില ദിവസം 1 മണിക്കൂറൊക്കെ പിടിക്കും പല്ല് തേച്ച് വരാൻ. എല്ലാം തേച്ച് വന്നു കഴിയുമ്പോൾ അവന് കൊടുക്കേണ്ട ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കും. അത് തന്നെത്താനെ അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പം തന്നെ കോരി തിന്നോടും. അത് കൈ കൊണ്ടും കുറേശ്ശെ, വലത്ത് കൈ കൊണ്ടല്ല ഇടത്ത് കൈ കൊണ്ടാണ് അവൻ്റെ ഭക്ഷണം കഴിക്കുന്നത്. വലത്ത് കൈക്ക് സാധ്യത കുറവാണ്. അങ്ങനെയെല്ലാം തിന്ന് പിന്നെ മുഞ്ഞ് കഴുകാനെല്ലാം വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. മുഞ്ഞ് കഴുകും. എന്നുവെച്ച് കയറിപ്പോയി തന്നെത്താനെ കാട്ടിലേ കയറി കിടക്കും. അത് ഇറങ്ങണമെങ്കിൽ തന്നെത്താനെ ഇറങ്ങും. മൂത്രം ഒഴിക്കേണ്ട പോകാൻ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തോളും. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പം ചിന്തിക്കലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എവിടെ ഇങ്ങനെ ആർക്കും തളർന്ന് കിടക്കുന്ന കൊച്ചില്ല, ഇതിങ്ങനെ തളർന്ന് കിടക്കുന്നതല്ലേ.
ദൈവം തമ്പുരാനെ പോലും ശപിക്കുന്നു പറഞ്ഞ രൂപത്തിലുള്ള ഫീലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ ധ്യാനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ധ്യാനങ്ങളിൽ കൂടെയാണ് നമുക്ക് ബോധ്യം വരുന്നത്. ബോധ്യം വന്നു കഴിഞ്ഞപ്പം ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ശരിക്കും വരാൻ പറ്റി. രാവും പകലും മദ്യപിക്കുകയും അങ്ങനെ നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം വിറ്റാലും തീരാത്ത കടത്തിലായി മാറി. പല പല പണികൾ ചെയ്തു. ഇങ്ങേറ്റം പട്ടുനൂൽ പുഴുവിനെ വളർത്തി വരെ നോക്കി. മരക്കച്ചവടങ്ങൾ ചെയ്തു, മലഞ്ചരക്ക് കച്ചവടം ചെയ്തു. എല്ലാവരും ലാഭമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് എതിരെ പോകുന്നതെന്നറിയില്ല. അതെല്ലാം മദ്യത്തിൽ കൂടെ അങ്ങനെ അങ്ങ് പോകും. അതും കഴിഞ്ഞ് പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പം ഭക്ഷണം പോലും വേണ്ട, മദ്യം മാത്രം മതി. അങ്ങനെ ഇരുന്നപ്പം കറിസ്മാറ്റിക് ധ്യാന ടീമൊക്കെ വീട്ടിൽ വരികയും പ്രാർത്ഥന വെക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടൊന്നും മാറ്റമൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ആക്സിഡൻറ്റും കഴിഞ്ഞിട്ട് പരിയാരത്ത് ആശാരിപ്പമ്പിലച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞ് എനിക്ക് തന്നെ സ്വയം തോന്നി നിർത്തിയാക്കാമെന്ന്. അവിടുന്ന് മദ്യപിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് പോരുകയും ചെയ്തത്. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടായിരിക്കും അത് മോചനം കിട്ടി. എല്ലാം നമ്മൾ മുമ്പിൽ കൊണ്ട് കൊടുക്കണം. പാത്രത്തിനകത്ത് സ്പൂണ് വിട്ട് കൊണ്ട് കൊടുക്കണം. അന്നേരം അവൻ തന്നെ എല്ലാം കോരി കഴിച്ചോളും. പിന്നെ മുഞ്ഞി കഴുകാനും പാത്രത്തിൽ വെള്ളം കൊണ്ട് കൊടുക്കണം. മുഞ്ഞിയും കഴുകി അവൻ്റെ കിടക്കേണ്ടടത്തോട്ട് അവൻ അങ്ങ് പൊക്കോളും. ഇവനുണ്ടായപ്പോൾ ഒരു വിഷമവും ഇല്ല. മറ്റേ 2 പെമ്പിള്ളേരെക്കാട്ടിലും ആരോഗ്യം മണ്ണമൊക്കെ ഉള്ള പൊന്നുമോൻ ഇവനായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവനിങ്ങനെ ആയത്. ഇവൻ്റെ കൂടെ തന്നെ ചേട്ടനൊരു കൊച്ചുണ്ടായി, ഒരു പെങ്കൊച്ച്. അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ ഒന്നും ചെയ്യാതെ ഒരേ കിടപ്പ് കട്ടിലെ തന്നെ കിടക്കുമ്പോൾ എനിക്കൊരു വിഷമം, ഇവൻ എന്നെ ഇങ്ങനെ കിടക്കുന്ന, ഇവനൊന്നും ചെയ്യാത്തതെന്ന്. എന്നിട്ടാണ് ഇവനെ ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഈ മോനെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഇവൻ നടക്കാനും സംസാരിക്കാനും ഒക്കെ വിഷമമാകും, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അടിഞ്ഞിട്ട് നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യുള്ളെന്ന് പറഞ്ഞു. അല്ലേ ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങനെ തന്നെ കിടക്കുകയുള്ളെന്ന് പറഞ്ഞു. എണീറ്റ് നടക്കുകയെന്ന് പറഞ്ഞു. പിന്നെ കുറേ ചികിത്സയെല്ലാം ചെയ്ത് ഞാൻ കൂട്ടുമുഖത്ത് ഇവനെ തീരുമാനമൊക്കെ കൊണ്ടുപോയി. എന്നാൽ എങ്ങനെയായാലും എന്നെ എണീറ്റ് നടക്കട്ടെ എന്ന് ഓർത്തോണ്ട്. എന്നിട്ട് വന്ന് എണീറ്റ് നടന്നൊന്നുമില്ല. മൂത്ത മകൻ ഇവൻ്റെ മുടി മുറിച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വന്നാൽ. ഇപ്പോൾ മൈസൂർ നേഴ്സിങ്ങിന് പഠിക്കുക. ദൂരെ ഇപ്പം മൂത്തവളുടെ മൂത്ത വെച്ച് മൈസൂരല്ലേ പഠിക്കുന്നത്. അവൻ അവിടുന്ന് ഫോണിൽ കൂടെ വിളിച്ചാൽ അങ്കടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ട്. അന്ന് അവൻ്റെ കൈ കൊണ്ട കൊടുക്കാൻ പറയുമ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ജപിക്കാൻ കൊണ്ട് വെക്കും. അന്നേരം അവൻ ഓരോന്ന് ചോദിക്കും, നീ എന്നാടുക ചായ കുടിച്ചോന്നൊക്കെ ചോദിക്കും. അന്നേരം ആഹാന്ന് വെക്കും. അത്രേ ഉള്ളൂ. അവൻ അന്നേരം അറിയാമല്ലോ, അവർക്കൊക്കെ ഇവൻ്റെ ശബ്ദമൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അവൻ അവർക്ക് സന്തോഷം ഇവൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ. നമ്മളിപ്പോൾ ഇത്രയും കൊല്ലമായില്ലേ, 43 കൊല്ലമായില്ലേ ഞാനിവൻ്റെ കാര്യങ്ങൾ അവൻ്റെ ഒച്ചയും സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ. അതെനിക്കറിയാം അവൻ ഇന്നതാ പറയുന്നതെന്ന്. അതനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കും. വിശക്കുമ്പോൾ അവൻ വയറെ തൊട്ട് കാണിക്കും. ദാഹിക്കുമ്പോൾ അവൻ ദാഹിക്കുന്നെന്ന് വായിൽ നമ്മളെ കാണിക്കും. അന്നേരം ഞാൻ കാപ്പിവെള്ളം കൊണ്ട് കൊടുക്കും. കക്കൂസി പോകുമ്പോൾ അവൻ എന്നെ വിളിക്കും. അവൻ്റെ കാര്യം അന്നേരം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇന്ന പോലെ ആണെന്ന് അത് കഴിക്കും. കുളിക്കാൻ സമയമാകുമ്പോൾ അവൻ പറയും, ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ട് കൊടുത്ത് അവനെ കുളിപ്പിക്കും. പിള്ളേരുണ്ടായിരുന്നപ്പോൾ അവരും ചെയ്യുമായിരുന്നു. അവനെ എടുത്ത് കുളിപ്പിക്കുക, വലിയോളം ഒത്തിരി അവനെ കുളിപ്പിക്കുകയും ഒക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അവരെ കെട്ടിച്ച് കഴിഞ്ഞ് അവരെ രണ്ടിനെയും കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനല്ലേ നോക്കണ്ടേ ഇവരെ കാര്യം. അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എനിക്കൊരു വിഷമമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ്റെ കാര്യം. ഇന്നിപ്പോൾ ഞാൻ സന്തോഷമായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എനിക്ക് ആദ്യമൊക്കെ വിഷമമായിരുന്നു. ഇപ്പോൾ തമ്പുരാൻ ഓർത്തിട്ട് ഒരു വിഷമം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ്റെ കാര്യം ചെയ്തു കൊടുക്കാൻ. കുർബാനയെല്ലാം കൊടുത്തവന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം കൊടുത്തോളും. അച്ഛൻ പറയുമല്ലോ പള്ളിയിലെ കുർബാന കൊടുക്കുന്നുണ്ട് ഇന്ന പോലെ കിടപ്പ് രോഗികൾക്കെന്ന് പറയും. അന്നേരത്തെ ഞാൻ അവനെ എല്ലാം കുളിപ്പിച്ചൊരുക്കി കിടത്തും, വൃത്തിയായിട്ടെല്ലാമായിട്ട് അവനെ കിടത്തും. അന്നവന് കുർബാന കൊടുക്കും. അവന് വലിയ സന്തോഷമാണ് കുർബാനയൊക്കെ കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേന് വലിയ സന്തോഷമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം തന്ന അനുഗ്രഹമാണ് ഇത് നമുക്ക് ഇവനെ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും നോക്കണം, അവരെ ഉപേക്ഷിക്കരുത്. അവർക്ക് നമുക്ക് നമ്മുടെ നടക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ നോക്കിയില്ലെങ്കിൽ ഇവരെയാണ് നോക്കേണ്ടത്. അവർക്ക് അവരുടെ കാര്യം അവർക്ക് തന്നെ എണീറ്റ് നടന്ന് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇവരെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ശരിക്കും നോക്കണം. നമുക്ക് ദൈവാനുഗ്രഹം ധാരാളം കിട്ടും. ആദ്യമല്ല എനിക്ക് ഇവനെ ഓർക്കുമ്പോൾ വലിയ നിരാശയായിരുന്നു. ഒരു മക്കളും ഇങ്ങനെ തന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളില്ല നമ്മുടെ കൂട്ടത്തിൽ ആരും. ഇവനെ നാളെ ഒരു ദിവസം ഇനിയൊരു നമുക്കൊക്കെ പ്രായമാകുമ്പോൾ നോക്കേണ്ട പൊന്നും മോൻ ഇവനല്ലേ. അവനെ ഓർക്കുമ്പോൾ വലിയ വിഷമമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു വിഷമവുമില്ല. തമ്പുരാൻ അവൻ്റെ കൂടെ ഒത്തിരി അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട്. അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും ദൈവം അനുഗ്രഹം തരുന്നുണ്ട്.
ഇത് അവനുണ്ടായ പിന്നെ ഇന്ന് 10-25 കൊല്ലം കഴിഞ്ഞ പിന്നെ അവൻ നല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഷമവുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തരുന്നുണ്ട്. പണമായാലും മുതലായാലും എല്ലാം ബെന്നിലൂടെയാണ് ഇപ്പം ദൈവം തരുന്നതെന്നുള്ള ഭയങ്കര ബോധ്യത്തോടുകൂടിയാണ് ഞാനിപ്പം മുന്നോട്ട് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഉണ്ണി. കാരണം നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കണം, നമ്മുടെ എനർജിയെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ണി. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.